ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം BSc. ഞാൻ സൂരജ് കോടിയേരി. അപ്പോൾ നമ്മുടെ 12ാം ക്ലാസ് 12th ലെവൽ എക്സാംസുകൾ അല്ലേ, +2 ലെവൽ എക്സാംസുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിഫോം പോസ്റ്റ് എക്സാംസുകളൊക്കെ ഓരോന്നായിട്ട്. അതല്ലാതെ നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും എക്സാം നടത്താൻ പോവുകയാണ്. അതുപോലെ നമുക്ക് ഫയർമാൻ പോലുള്ള എക്സാംസുകളൊക്കെ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാംസുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സുകൾ, ഏതൊക്കെ സബ്ജക്ട്സുകൾ ആണ് പഠിക്കേണ്ടത്, അതുപോലെ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് വീതമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ +2 ലെവൽ എക്സാംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യൂണിഫോം പോസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും അല്ലെ, മൊത്തം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. ബാക്കി 80 മാർക്ക് നമ്മുടെ പൊതുവിജ്ഞാനം, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയതെല്ലാം ഉൾപ്പെട്ട് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി, അതുപോലെ എക്കണോമിക്സ്, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വീതം, എന്ന് വെച്ചാൽ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. എൻ്റെ വിഷയമായ ജോഗ്രഫിയിൽ നിന്ന് 5, അതുപോലെ ഹിസ്റ്ററി, അതുപോലെ എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് നമുക്ക് 8 മാർക്കിന്റെ അല്ലെ, പൊളിറ്റി വളരെയധികം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കണമെന്ന് സാരം അല്ലെ, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് നമുക്ക് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന് വെച്ചാൽ നമ്മുടെ കേരള സിവിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് വെച്ചാൽ ബയോളജി, അതുപോലെ ഹെൽത്ത് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും രസതന്ത്രത്തിൽ നിന്നും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 2 ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് 3 6 ക്വസ്റ്റ്യൻ ടോട്ടൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു ഏരിയയും നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് കല, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ നിന്ന് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ആനുകാലിക വിഷയങ്ങൾ എന്ന് വെച്ചാൽ കറണ്ട് അഫെയർ അല്ലേ, 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കറണ്ട് അഫെയർ എന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് അഫെയർസിൽ ഒരു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ മാർക്സ് മാക്സിമം അടിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് പിന്നീടുള്ളത് നമ്മുടെ മാത്സും മലയാളവും ഇംഗ്ലീഷുമാണ്. ആദ്യം തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും എന്ന് വെച്ചാൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് നിങ്ങൾക്ക് 10 മാർക്സിന്റെ ഒരു മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ മാത്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം എന്നാണ് ഈ സിലബസ് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ മലയാളം, നിങ്ങളുടെ പ്രാദേശിക ഭാഷ മലയാളം ആണെങ്കിൽ മലയാളത്തിൽ നിന്നും 10 മാർക്സ് എന്ന് വെച്ചാൽ നമ്മുടെ മാത്സും മലയാളവും ഇംഗ്ലീഷും കൂട്ടി 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗം, അതായത് ലാംഗ്വേജ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ പൊതുവിജ്ഞാനം, ഈ ഒരു ഭാഗങ്ങളും ഇന്ത്യൻ ഭരണഘടനയും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങളുടെ ഈ ഒരു സിലബസ് നിങ്ങളിൽ ആക്ച്വലി കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊതുവിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് അല്ല, പൊതുവിജ്ഞാനം ഈ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടിയിട്ട്, പൊതുവിജ്ഞാനം പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലം BSc പുതുതായിട്ട് നല്ലൊരു ബാച്ച് തന്നെ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. 12th ലെവൽ അല്ലെ, 12th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച്. അതിപ്പോൾ 12th ലെവലുള്ള ഏത് എക്സാം എഴുതുന്നവർക്കും ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഫയർമാൻ ആണെങ്കിലും ശരി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയാലും ശരി, അതോ എക്സൈസ് ഓഫീസറോ, ഏത് 12th ലെവൽ CPO പോലുള്ള എക്സാംസുകൾ ഇനി വരാൻ പോകുന്ന എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 12th ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് 2.0 എന്നാണ് ഇതിന്റെ പേര്. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 9 തീയതിയാണ്. ഒക്ടോബർ 9 തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബാച്ചിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 1 വർഷം വരെ നിങ്ങൾക്ക് സൈലത്തിന്റെ ആപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ലൈവ് ക്ലാസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് ഈ ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റും. അപ്പോൾ ഈവൻ ഏതൊരു വിദ്യാർത്ഥിക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഈ 1 വർഷം ടിൽ ദി എക്സാം, അല്ലെങ്കിൽ 1 ഇയർ വാലിഡിറ്റി ഉള്ള ഈ എക്സാമിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 1999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ
ഈ ഒരു ബാച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സൈലം PSCയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ അധ്യാപകരും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പൊതുവിജ്ഞാനത്തിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു റിവിഷനും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കാണാം.